അച്ഛാ, ഈ മോതിരവിരലിന് മോതിരവിരൽ എന്ന പേര് കിട്ടിയത് അതിൽ മോതിരം ഇടുന്നത് കൊണ്ടാണോ അതോ അതിൽ മോതിരം ഇടാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ വിരലുകൾ ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അവൻ പറയുന്നത് അവൻ്റെ അപ്പൻ്റെ വീടെന്നല്ല, അത് അവൻ്റെ വീടെന്നാണ്. ഞാനെന്ന അഹങ്കാരത്തെ, ഞാനെന്ന ഭാവത്തെ അതിങ്ങനെ ഒടിച്ച് മടക്കി ചേർത്ത് വെച്ചാണ് അവർ പരസ്പരം ഒന്നായത്. സ്ഥാനമാനങ്ങളും സമ്പത്തും മറ്റു പലതും ഈ ബന്ധത്തെ വേർപെടുത്താൻ ഒരു കാരണമാകുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അത് വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഒരു ദിവസം ഇങ്ങനെ സ്കൂളിൽ കുട്ടികളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കൈവിരലുകളുടെ പേരുകളൊക്കെ അവരിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. അപ്പോൾ അവരോട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ ഈ 5 വിരലുകൾക്ക് ഓരോ പേരുകളുണ്ടല്ലോ. ഇതിനെ തള്ളവിരലെന്ന് വിളിക്കും, ഇതിനെ ചൂണ്ടുവിരലെന്ന് വിളിക്കും, ഇതിനെ നടുവിരലെന്ന് വിളിക്കും, ഇതിനെ മോതിരവിരൽ എന്ന് വിളിക്കും, ഇതിനെ ചെറുവിരൽ എന്ന് വിളിക്കും. ഈ വിരലുകളുടെ പേരുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ ഒരുത്തൻ വളരെ രസകരമായ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അച്ഛാ, ഈ മോതിരവിരലിന് മോതിരവിരൽ എന്ന പേര് കിട്ടിയത് അതിൽ മോതിരം ഇടുന്നത് കൊണ്ടാണോ അതോ അതിൽ മോതിരം ഇടാൻ വേണ്ടിയിട്ടാണോ? പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ വിരലിന് മോതിരവിരൽ എന്ന പേര് വരാനുള്ള കാരണം? ഈ ചൈനീസ് പാരമ്പര്യം അനുസരിച്ച് വിരലുകളുടെ പ്രത്യേകത വിവരിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു വ്യാഖ്യാന രീതിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തള്ളവിരൽ ഇത് മാതാപിതാക്കളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ചൂണ്ടുവിരൽ നമ്മളുടെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ നടുവിരൽ നമ്മെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ മോതിരവിരൽ ജീവിത പങ്കാളിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ചെറുവിരൽ നമ്മളുടെ മക്കളെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിരലുകൾ ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഈ നടുവിരൽ, അതെ, അത് ഇത്തിരി വലിയ വിരലാണ് അല്ലേ? വലുതാകുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനാ. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയും എൻ്റെ അപ്പച്ചനാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയാണ്, എൻ്റെ മകനാണ്, മകളാണ് എന്നൊക്കെ നമ്മൾ താത്വികമായിട്ട് പറയുമെങ്കിലും പ്രായോഗികമായിട്ട് വീട്ടിലെ പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനാ. അത് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ടുള്ളൊരു രീതിയാണ്. അതിനൊരു ഉദാഹരണം പറയാം. വളരെ ചെറിയൊരു കുട്ടി, LKG പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി തൻ്റെ കൂട്ടുകാരനുമായിട്ട് വീടിൻ്റെ പരിസരത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ ഒരിക്കലും കൂട്ടുകാരനോട് പറയത്തില്ല അതെൻ്റെ അപ്പൻ്റെ വീടാണെന്ന്. ഒരു പക്ഷേ അവൻ ഒന്നും ആ വീടിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടില്ല എന്നത് വളരെ സത്യമാണെങ്കിലും അവൻ പറയുന്നത് അവൻ്റെ അപ്പൻ്റെ വീടെന്നല്ല, അത് അവൻ്റെ വീടെന്നാണ്. അതായത് ജനിച്ചു വീണ സമയം മുതൽ വീട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തി നമ്മളാണ്. അതുകൊണ്ടായിരിക്കണം ഈ ചൈനീസ് വ്യാഖ്യാനം അനുസരിച്ച് നടുവിരൽ ഏറ്റവും നടുഭാഗത്ത് നിൽക്കുന്നു, പൊതുവെ ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു വിരലാണ്. അത് എന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനെന്ന ഭാവം ഒന്ന് മാറ്റിവെച്ച് ഒരല്പം ഒന്ന് ഈ എന്നെ ഒന്ന് വളച്ച് ഇതേ ഇങ്ങനെ ഒന്ന് ചേർത്ത് വയ്ക്കും. അതിനുശേഷം മറ്റ് എല്ലാ വിരലുകളുടെ അഗ്രവും ഈ മടക്കി വെച്ച നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇതിങ്ങനെ കൂട്ടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ വ്യാഖ്യാന രീതി പറയുന്നൊരു കാര്യമുണ്ട്. ഇനി മാതാപിതാക്കളെ പരസ്പരം ഒന്ന് വേർതിരിച്ച് നോക്കിയേ. ഇത് മാതാപിതാക്കളെ പ്രതിനിധാനം ചെയ്യുന്നു, ഇത് നമ്മളുടെ സഹോദരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു, നമ്മളുടെ സുഹൃത്തുക്കളെ പ്രതിനിധാനം ചെയ്യുന്നു, ഇത് നമ്മളുടെ മക്കളെ പ്രതിനിധാനം ചെയ്യുന്നു, ഇത് നമ്മളുടെ ജീവിത പങ്കാളിയെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതൊന്ന് അകത്തി നിർത്താൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ച് നോക്കേ. ഇങ്ങനെ നിർത്തിയിട്ട് അതൊന്ന് അകത്തി നിർത്താൻ പരിശ്രമിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി ബുദ്ധിമുട്ട് എന്നല്ല, അത് നമുക്ക് അകറ്റി നിർത്താനായിട്ട് വളരെ പാടുള്ളൊരു കാര്യം. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ബന്ധങ്ങളെപ്പറ്റി പറയുമ്പോൾ രക്തബന്ധമാണ് പ്രധാനപ്പെട്ടത്, ആത്മാർത്ഥമായ സുഹൃത്ത് ബന്ധമാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെ പറയുമെങ്കിലും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു കൗദാശിക ബന്ധമുണ്ട്. അത് എൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം. ഒരിക്കലൊരു സെമിനാർ നടത്തുന്നതിനിടയിൽ തൻ്റെ മുൻപിലുള്ള 20 ദമ്പതികൾ, മൊത്തത്തിൽ 40 പേർ,
അപ്പോൾ അവർക്ക് നൽകിയ ഒരു എക്സസൈസ്, ചെറിയൊരു എക്സസൈസ് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേര്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 50 പേരുടെ പേര് ഒരു പേപ്പറിൽ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരു 10 മിനിറ്റ് അവർക്ക് കൊടുത്തു. 50 പേരുടെ പേര് അവരെഴുതി വെച്ചു. അതിനുശേഷം ഈ സെമിനാർ നടത്താൻ വന്ന ആൾ പറഞ്ഞു, ഇനി നമ്മളുടെ എക്സസൈസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് തരും. അതിൽ അപ്രധാനമെന്ന് തോന്നുന്ന 20 പേരെ വെട്ടിക്കളയാൻ പറഞ്ഞു. അധികം സമയമൊന്നും എടുത്തില്ല. എല്ലാവരും തന്നെ 20 പേരെ അതിൽ നിന്ന് മാറ്റി നിർത്തി. ബാക്കി 30 പേരാണുള്ളത്, തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 30 പേര്. അതിനുശേഷം ഈ സഹോദരൻ പറഞ്ഞു, അതിൽ നിന്ന് 10 പേരെ വെട്ടിക്കളയാൻ പറഞ്ഞു. അങ്ങനെ അവർ അതിനും അധികം സമയമെടുത്തില്ല, 10 പേരെ വെട്ടിക്കളഞ്ഞു. ബാക്കി 20 പേരാണ് ആ പേപ്പറിൽ എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഈ സഹോദരൻ പറഞ്ഞു, ഒരു 10 പേരെ കൂടെ കളയാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ 10 പേരെയും അവർ കളഞ്ഞു. അതിനുശേഷം ഈ സഹോദരൻ പറഞ്ഞു, അതിൽ നിന്ന് ഒരു 6 പേരെ കൂടെ കളയാൻ പറഞ്ഞു. അപ്പോൾ ഒരല്പസമയമെടുത്ത് എങ്കിലും അവർ അത് വെട്ടിക്കളയാം. ചിലർ മാതാപിതാക്കളെ നിർത്തി മക്കളെ മാറ്റിക്കളഞ്ഞു, ചിലർ മക്കളെ നിർത്തി മാതാപിതാക്കളെ മാറ്റിക്കളഞ്ഞു. എന്തായാലും 4 പേര്, അതിൽ ഭൂരിഭാഗം പേരും താനും തൻ്റെ ജീവിത പങ്കാളിയും മക്കളും. 2 പേര് ഏകദേശം മക്കളുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, ഒരാളെ കൂടി വെട്ടിക്കളയാൻ പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടി അവർ മക്കളിൽ ഒരുത്തനെ പുറത്താക്കി. അതിനുശേഷം ഈ സഹോദരൻ പറഞ്ഞു, ഒരാളെ കൂടെ കളയാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, മനസ്സില്ലാ മനസ്സോടെ അവർ ഒന്നുകൂടെ വെട്ടിക്കളഞ്ഞു. അത് വേറെ ആരുമായിരുന്നില്ല, മക്കൾ തന്നെയായിരുന്നു. അതിനുശേഷം ബാക്കി വന്നത് ആ വ്യക്തിയും ജീവിത പങ്കാളി. പ്രിയമുള്ളവരെ, വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരുടെയും പേരിങ്ങനെ വെട്ടി മാറ്റിയത്. പക്ഷേ വെട്ടിമാറ്റാൻ പറ്റാത്തതായിട്ട് വന്നത് ജീവിത പങ്കാളി. അത് രക്തബന്ധമൊന്നുമായിരുന്നില്ല, പക്ഷേ അത് കൗദാശിക ബന്ധമാണ്. അത് ദൈവം യോജിപ്പിച്ചതാണ്. അതേ പ്രിയമുള്ളവരെ, ആ ബന്ധം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഈ കൈവിരലുകളുടെ പ്രത്യേകതയിൽ നമുക്ക് പകർന്നു നൽകുന്ന വലിയൊരു സത്യമുണ്ട്. ഞാനെന്ന അഹങ്കാരത്തെ, ഞാനെന്ന ഭാവത്തെ അതിങ്ങനെ ഒടിച്ച് മടക്കി ചേർത്ത് വെച്ചാണ് അവർ പരസ്പരം ഒന്നായത്. ആ ഒന്നാക്കപ്പെട്ട ആ ഒരു സമയത്ത് അവർക്കുണ്ടായ വിനയം, അവർക്കുണ്ടായ എളിമ, അതിൽ നിന്ന് പതുക്കെ ഇങ്ങനെ വിട്ട് വീണ്ടും അഹങ്കാരത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വന്നാൽ എളുപ്പത്തിൽ അകറ്റാൻ പറ്റുന്നതാണ് ഈ മോതിരവിരൽ. പ്രിയമുള്ളവരെ, ഈ മോതിരവിരൽ നമുക്ക് നൽകുന്ന വലിയൊരു സത്യം, വലിയൊരു സന്ദേശം എങ്ങനെയാണ്? ദൈവം യോജിപ്പിച്ചതാണ്, മനുഷ്യൻ വേർപെടുത്തരുത്. സ്ഥാനമാനങ്ങളും സമ്പത്തും മറ്റു പലതും ഈ ബന്ധത്തെ വേർപെടുത്താൻ ഒരു കാരണമാകുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അത് വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവെ, നിൻ്റെ മുമ്പിൽ വെച്ച് നിന്നാൽ യോജിപ്പിക്കപ്പെട്ട ഈ ബന്ധം, അത് അതിൻ്റെ തീവ്രതയിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാ കുടുംബ ബന്ധങ്ങളെയും നമുക്ക് ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട് പരസ്പരം എളിമപ്പെട്ട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ഈശോയെ അവർക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.